ജനങ്ങളുടെ മുന്നിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. നാളെ ആര് വരാൻ പോകുന്നു, അവരെങ്ങനെ ഭരിക്കാൻ പോകുന്നു, അതൊന്നും ജനങ്ങളുടെ പരിഗണനയിൽ ഇപ്പോൾ ഇല്ല. ജനങ്ങളുടെ പരിഗണനയിലുള്ള ആകെപ്പാടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 10 വർഷം കേരളത്തിലെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരുന്ന ഈ ദുർഭരണത്തിൽ നിന്ന് വിമോചിതരാവണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിബറേറ്റഡ് ആവണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇന്ന് ജനങ്ങളുടെ മുന്നിലുള്ളൂ. അവർ നാളെ ആര് വരും, നാളെ വരുന്നവരെങ്ങനെ ഭരിക്കും, അവർ ഞങ്ങളെ നന്നായിട്ടായിരിക്കോ ഭരിക്കുക, ചീത്തയായിട്ടായിരിക്കോ ഭരിക്കുക, അവർ തമ്മിലടിക്കോ, ഇതൊന്നും ജനം നോക്കിയിട്ടില്ല. കാരണം ജനത്തിന് തമ്മിലടിക്കുന്ന ഒരു സംവിധാനമാണ് UDF എന്നൊരു തോന്നലുണ്ട്. എന്നിട്ട് പോലും അടപടലം ഇവരെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും ജനങ്ങളുടെ മുന്നിലില്ല. ജനങ്ങളുടെ മുന്നിൽ അവരുടെ മുന്നിൽ ഒരു 1 പോയിന്റ് അജണ്ട മാത്രമേ ഉള്ളൂ. ആ 1 പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് പിണറായി വിജയനെ തൂത്തെറിയണം, പിണറായി വിജയനിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ലിബറേറ്റ് ചെയ്യണം, വിമോചിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ജനങ്ങളുടെ മുന്നിലുള്ളൂ. ആ വിമോചിപ്പിക്കാൻ വേണ്ടി ഉള്ള അവരുടെ പ്രവർത്തനമാണ് അടുത്ത തവണ UDFനെ അധികാരത്തിൽ കയറ്റാൻ പോകുന്നത്. അതല്ലാതെ UDF നടത്തുന്ന എന്തെങ്കിലും പ്രൗഢോജ്വലമായിട്ടുള്ള പ്രവർത്തനമോ അല്ലെ സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനമോ ഒന്നുമല്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്.